പൾസർ സുനി ായിരുന്നു. അതായത് കാവ്യ ഈ നടിയുടെ അമ്മയുണ്ടായിരുന്നു. ഈ അമ്മ ഒരു സമയത്ത് പോലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി കോടതി കണ്ടു. കോടതിയുടെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരവും നടിക്കുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് കോടതി ദിലീപിനെ ശിക്ഷിച്ചില്ല? അവൻ്റെ കയ്യിൽ കാശുള്ളത് കൊണ്ടല്ലേ? കോടതിയെപ്പോലും അവൻ വിലയ്ക്ക് വാങ്ങിയില്ലേ? കുറേ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണിത്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരി എന്ന് വെച്ചോ. അതായത് ദിലീപ് കാശ് കൊടുത്ത് കോടതിയെ വരെ വിലയ്ക്ക് വാങ്ങി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഒരൊറ്റ ചോദ്യം, എന്തുകൊണ്ട് നടിയുടെ, അതായത് അതിജീവിതയുടെ അമ്മ, അവർ പോലും ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവർ പോലും ആ ഒരു കാര്യം പോലീസിന് മൊഴിയായിട്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് കോടതിയിൽ പോലും അവർ വന്നിട്ട് പറയുന്നില്ല? അതായത് എൻ്റെ മോളെ ആ ദിലീപ് അവൻ ഭീഷണിപ്പെടുത്തി, അത് ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്ന് എന്തുകൊണ്ട് അവർ പോലും പറയുന്നില്ല? അതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, ബാക്കി എല്ലാവരെയും പണം കൊടുത്ത് മേടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ അതിജീവിതയുടെ അമ്മയെ എന്താണെങ്കിലും പണം കൊടുത്ത് അവരുടെ മൊഴി മുക്കി എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ട് അവർ പോലും പോലീസിൽ മൊഴി കൊടുക്കുന്നില്ല? അപ്പം എന്താണെങ്കിലും നമുക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാനുണ്ട് ഇന്ന്. എൻ്റെ ഒരു ആഗ്രഹം, ഇനി അടുത്ത് ദിലീപ് വിഷയവുമായി ഒരു വീഡിയോ ചെയ്യരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അതിജീവിത ഹൈക്കോടതിയിലോട്ടും സുപ്രീം കോടതിയിലോട്ടൊക്കെ അപ്പീൽ കൊടുക്കുവാണല്ലോ, കൊടുക്കട്ടെ. അതിനുശേഷം ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അറിയത്തില്ല ഇനി പുതുതായിട്ട് ഇപ്പം തന്നെ നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പൊങ്ങി വരുമോ എന്ന്. ഇതാ കുറച്ച് മുമ്പ് ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ ഉടായ്പകൾ ഫീൽ ചെയ്യുമല്ലോ. ആ ഉടായ്പകളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് എത്തിക്കണമെന്ന് തോന്നി. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുവടേ, ചിലവർക്കെങ്കിലും തോന്നും, ചേട്ടാ ഇവൻ പറയുന്നത് കാര്യമുണ്ടല്ലോ. ചിലവർ ചിന്തിക്കും, അയ്യേ ഇവൻ ചുമ്മാ ദിലീപ് അവനെ കല്ലെറിയണം. ഈ ഒരു മൂഡിലിരിക്കുന്നവരെ കാണും കേട്ടോ. അവരോട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ ഇരിക്കുന്നവരോടാണ് ഞാൻ തുടക്കത്തിലെ ഒരു ചോദ്യം ചോദിച്ചത്. എന്തുകൊണ്ട് അതിജീവിതയുടെ അമ്മ പോലും പോലീസിന് മുമ്പിൽ മൊഴി കൊടുക്കുന്നില്ല? എന്താണെങ്കിലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതം. ചാനൽ വീഡിയോയ്ക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ക്ലിക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം അതെന്തു ആയിക്കോട്ടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി നമുക്ക് ഈ ന്യൂസിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. നിങ്ങളിത് കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പ്രധാനമായും ആശ്രയിച്ചത് രണ്ട് സംഭവങ്ങൾ. 2012 യൂറോപ്യൻ യാത്രയും 2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലെ സംഭവങ്ങളുമാണിത്. അതേസമയം ദിലീപിന്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ അതിജീവിത മുന്നോട്ട് വെച്ച പല വാദങ്ങളും നിലനിന്നില്ല. കോടതിയുടെ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരവും നടിക്കുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അതിജീവിത ആ നടി, ആക്രമിക്കപ്പെട്ട നടിയോടാണ് കോടതി പല ചോദ്യങ്ങളും ചോദിച്ചത്. എന്തുകൊണ്ട് നടിക്ക് ഉത്തരങ്ങൾ ഇല്ലാതെയായിപ്പോയി? അതാണ് എൻ്റെ ഒരു സംശയം. എന്തുകൊണ്ട് അവർക്ക് ഇല്ലാതായിപ്പോയി? അവർക്കല്ലേ ഉത്തരങ്ങൾ ഉണ്ടാവേണ്ടത്, അവരല്ലേ പറയേണ്ടത് കാര്യങ്ങൾ. പക്ഷേ കോടതിയുടെ പല ചോദ്യങ്ങളും അത് പെട്ടുപോയി. ചേച്ചിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതെന്തായിരിക്കും അതെന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പറ, എന്തായിരിക്കും കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോവാനുള്ളൊരു കാരണം? രണ്ട് ഇൻസിഡൻറ്റ്, ആ രണ്ട് ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അതായത് 2012 യൂറോപ്പ് യാത്ര, 2013 രണ്ട് ഇൻസിഡൻറ്റ്, 2012 2013. ഒന്ന് യൂറോപ്പ് ഒരു യാത്രയും കൂടാതെ നമ്മുടെ അമ്മ ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ നടന്ന ചില കാര്യങ്ങളും. ഇതാണ് മെയിൻലി ഈ വീഡിയോയിൽ ഉള്ളടക്കം കേട്ടോ. ഉള്ളടക്കം എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം. അപ്പം ഫസ്റ്റിലെ തന്നെ ചോദിച്ചൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോയി, ഉത്തരമില്ലാതെ ആയിപ്പോയി? അപ്പോഴേ കോടതിക്കൊരു സംശയം, അതിജീവിത
പരാതിക്കാരിയുടെ അവരോട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ലല്ലോ. പിന്നെ എങ്ങനെ ഈ എല്ലാത്തിനെയും പിടിച്ച് ശിക്ഷിക്കും? പ്രത്യേകിച്ച് 8ാം പ്രതി ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നവൻ അവനെയൊക്കെ എങ്ങനെ വെറുതെ പിടിച്ച് ശിക്ഷിക്കും? ബാക്കിയുള്ളവന്മാർ ഓക്കെ, അവന്മാർക്ക് എതിരെ തെളിവുണ്ട്. പക്ഷേ ഈ 8ാം പ്രതിയുമായി കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരങ്ങളില്ല. അപ്പം പിന്നെ വെറുതെ പിടിച്ച് കോടതിക്ക് അങ്ങ് ശിക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു സംശയമാണ്. നമുക്ക് ബാക്കി കേൾക്കാം. ബാക്കി കുറച്ച് കൂടുതൽ നേരം നിങ്ങൾ കേൾക്ക്. എന്നിട്ട് നിങ്ങൾ മൊത്തം കേൾക്കണം, എങ്കിലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റ് ആവുള്ളൂ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, വേറൊരു വീഡിയോ, പ്രധാനപ്പെട്ട ഒരു വീഡിയോ എനിക്ക് കാണിക്കാനുണ്ട്. എനിക്ക് അറിയത്തില്ല ആ വീഡിയോ നമുക്ക് എന്തായാലും ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കും. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് പറയും അതിനെപ്പറ്റി. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഞാനത് കളയും കേട്ടോ. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞേക്കാം. എന്താണെങ്കിലും ഈ വാർത്ത ബാക്കി നിങ്ങളൊന്ന് കേൾക്ക്. കേസ് എങ്ങനെ സംഭവിച്ചു, ആ സംഭവം എങ്ങനെ ഉണ്ടായി എന്നത് തെളിയിക്കുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അതിന് പിന്നിലുള്ള മോട്ടീവ് കണ്ടെത്തുക എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ശ്രമിച്ചത്. അവിടെയാണ് ഈ 2 സംഭവങ്ങൾ, ഒന്ന് 2012 യൂറോപ്യൻ ട്രിപ്പ്, താരങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പ്, അതിൽ അതിജീവിതയും ദിലീപും അടക്കം അംഗങ്ങളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ഈ 2 പേരുമായിരുന്നു. നായികയും നായകനുമായി എല്ലാ പരിപാടികളിലും ഇവർ 2 പേരുമായിരുന്നു. മറ്റൊന്ന് അബാദ് പ്ലാസയിൽ വെച്ച് നടന്ന മഴവിൽ അഴകിൽ അമ്മ എന്ന അമ്മയുടെ തന്നെ ഒരു മെഗാ ഷോ, അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ നടന്ന സംഭവവികാസങ്ങൾ. ഈ 2 സംഭവവികാസങ്ങളിലും ദിലീപ് ഈ നടിയെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ നടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ നടിയോടുള്ള വൈരാഗ്യം വർദ്ധിക്കുന്ന നിരവധി സംഭവങ്ങൾ ചുറ്റുപാടും ആളുകൾ കണ്ടു നിൽക്കത്തക്ക വിധത്തിൽ സംഭവിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ വാദങ്ങളിലൊന്നും. നടിയുടെ മൊഴിയും അത് ഇങ്ങനെയാണ്. പ്രധാനപ്പെട്ട കാര്യം, 2012 മാർച്ച് 25-നും ജൂൺ 30-നും ഇടയിലായിരുന്നു ഈ യൂറോപ്പ് ഷോ ഉണ്ടായിരുന്നത്. അതിനു മുൻപ് റിഹേഴ്സൽ ക്യാമ്പും മറ്റും സംഘടിപ്പിച്ചു. നെടുമ്പാശ്ശേരിയിൽ വെച്ചായിരുന്നു റിഹേഴ്സൽ ക്യാമ്പ്. 10 ദിവസം നീണ്ട റിഹേഴ്സൽ ക്യാമ്പായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു നടി എന്നാണ് ഇവർ മൊഴി നൽകിയത്. കാരണം ഇതിന് തൊട്ട് മുൻപാണ് കാവ്യ മാധവന്റെ മെസ്സേജും മറ്റും മഞ്ജു വാര്യർ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ഈ നടിയുമായി ബന്ധപ്പെട്ട മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും അടക്കമുള്ളവർ വരികയും ഇത്തരം കാര്യങ്ങൾ വിശദീകരണം ചോദിക്കുകയും തുടർന്ന് തൻ്റെ പിതാവിൻ്റെ സമ്മർദ്ദത്താൽ ഇക്കാര്യങ്ങൾ തനിക്ക് തുറന്നു പറയേണ്ടി വരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയും ഒക്കെ ചെയ്ത് പിന്നീട് ദിലീപ് ഈ വിഷയം അറിയുകയും മറ്റും ചെയ്തു. ബാക്കി ഞാൻ കേൾപ്പിക്കാവേ. അപ്പം ഇപ്പം പറഞ്ഞൊരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, അതായത് മഞ്ജു വാര്യർ ദിലീപ് ഇവർ തമ്മിലുള്ള പ്രശ്നം. ദിലീപും കാവ്യയായിട്ട് എന്തോ ഒരു ഇടപാടുണ്ടായിരുന്നു, എന്തൊക്കെയോ മെസ്സേജ് മഞ്ജു വാര്യർ കണ്ടു എന്നും പറഞ്ഞ് പൊട്ടിപ്പുറപ്പെട്ട് ഇറങ്ങി നേരെ കൂട്ടുകാരികളായ നമ്മുടെ ഗീതു മോഹൻദാസിനെയും സമൃദ്ധ സുനിലിനെയും സമൃദ്ധയല്ലല്ലോ, നമ്മുടെ ബിജു മേനോന്റെ ഭാര്യ സമൃദ്ധയല്ലേ, എന്താണെങ്കിലും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ചേച്ചിയെ വിളിച്ചോണ്ട് ഇറങ്ങി നേരെ നമ്മുടെ അതിജീവിതയുടെ വീട്ടിൽ ചെന്നു. അതിജീവിതയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതിജീവിതയുടെ പിതാവ് പറയുന്നു, മോളെ നീ സത്യങ്ങൾ പറ. അങ്ങനെ സത്യങ്ങൾ പറഞ്ഞു. അത് വേറൊരു കഥയാണ്, അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. അതിൻ്റെ ഒരു ദേഷ്യം ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ നടിയോട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സമൃദ്ധയും ഗീതു മോഹൻദാസും ഒക്കെ ഇപ്പം എവിടെ അവരൊക്കെ കോടതിയിൽ നമ്മുടെ ഈ അതിജീവിതയ്ക്ക് വേണ്ടി കയറി ഇറങ്ങുന്നുണ്ടോ? അതായത് മഞ്ജു വാര്യരുടെ കൂടെ ഇങ്ങനെ പോയി എന്നൊക്കെ പറച്ചിൽ മാത്രമല്ലോ, അതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരും കൂടെയൊക്കെ വന്ന് പറയണ്ടേ? അവരെ പറ്റിയൊന്നും എങ്ങും കേൾക്കുന്നില്ലല്ലോ. എവിടെ അവരൊക്കെ എന്താ മുങ്ങിയിരിക്കുന്നേ? ബാക്കി അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ വീണ്ടും ഒരു യാത്ര, ഒരു ഷോ വേണമോ എന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടി നടത്തിയിരുന്നു എന്നുള്ളതാണ് അവർ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നേരത്തെ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഒഴിവാകാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ ആ ഷോയുമായി സഹകരിക്കായിരുന്നു. പക്ഷേ ഷോയിലുടനീളം ദിലീപ് തന്നോട് ശത്രുതാ മനോഭാവം പുലർത്തിയിരുന്നു എന്നാണ് ഈ അതിജീവിത മൊഴിയായി നൽകിയിരുന്നത്. തന്നോട് ദിലീപ് മിണ്ടിയിരുന്നില്ല എന്നും അതിജീവിത മൊഴിയായി പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ഒരു ദിവസം ഒരു യാത്രക്കിടയിൽ ബസ്സിൽ വെച്ച് ദിലീപ് അപമര്യാദയായി പെരുമാറുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തത്. തന്നോട് കളിച്ചവരാരും സിനിമാ ലോകത്ത് ഇതുവരെ നിലനിന്നിട്ടില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. സിനിമയിൽ നിൽക്കണം എങ്കിൽ തന്നോട് സഹകരിക്കേണ്ടി വരും. ഒപ്പം മഞ്ജു വാര്യരോട് മൊഴി മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടാക്കണം. തിരിച്ചു വരുമ്പോൾ 2-3 സിനിമകൾ ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ മഞ്ജു വാര്യർക്ക് നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണ മാറുകയും നമ്മൾ നല്ല സുഹൃത്തുക്കളാകും എന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്ന് ദിലീപ് പറഞ്ഞു എന്നാണ് മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത്, ഈ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അതിജീവിതയുടെ അമ്മയും മറ്റ് സഹതാരങ്ങളും ബസ്സിൽ ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും കേൾക്കുകയായിരുന്നു ഈ മൊഴി എന്നാണ് അതിജീവിത. മറ്റൊന്നിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. കേട്ടല്ലോ, അതിജീവിതയുടെ അമ്മ, അതുകൂടാതെ മറ്റുള്ള താരങ്ങളും ഒക്കെ ഈ ഒരു ഭീഷണി കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പുള്ളി എന്തൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയെന്ന് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ പറയുന്നത്, ഇത്
നമ്മുടെ അതിജീവിത മൊഴിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് മറ്റുള്ളവർ കേട്ടു എന്ന്. പക്ഷെ മറ്റുള്ള ആരും ഇത് കേട്ടു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നില്ലല്ലോ. പോട്ടെ, നമ്മുടെ എന്താണ് സിദ്ദിഖും അവരും ഇവരൊക്കെ അവരൊക്കെ ആയിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ ടൈമിൽ കൂടെ ഉണ്ടായിരുന്നു, അവരൊക്കെ മൊഴി മാറ്റി കാല് മാറി ചവിട്ടിയെന്ന് പറയാം. പക്ഷെ അതിജീവിതയുടെ അമ്മ പോലും പോലീസിൽ ഇത് മൊഴിയായിട്ട് കൊടുത്തിട്ടില്ല. അതിനെ പറ്റിയിട്ടും ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, കേൾപ്പിക്കാം. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ, ഇതൊന്ന് ഓർത്ത് വെച്ചോണം. ഇവിടെ പറയുന്നത് എന്താണെന്ന് കേട്ടല്ലോ. അതിജീവിത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അമ്മയും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ കണ്ടെന്ന്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ വിടുക, സ്വന്തം അമ്മ പോലും പിന്നെ ഇത് മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി കേട്ടാലോ, എന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞത് മറ്റൊന്ന്, അമ്മ ക്യാമ്പിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അമ്മ ക്യാമ്പ് 2013 നടക്കുന്നത് അബാദ് പ്ലാസയിൽ വെച്ചാണ്. അന്നും മലയാള സിനിമയിലെ ഭൂരിഭാഗം നടീനടന്മാരും അതിൻ്റെ ഭാഗമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ബിന്ദു പണിക്കരുണ്ട്, കൽപ്പനയുണ്ട്, നാദിർ ഷായ് ഉണ്ട്, സിദ്ദിഖുണ്ട്, റിമി ടോമിയുണ്ട്. അങ്ങനെ വലിയ ഒരു താരങ്ങളുടെ ഒരു പരിപാടിയായിരുന്നു അവിടെ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് കാവ്യ മാധവനോട് ചില നടിമാർ, അന്ന് ആ സമയത്ത് തന്നെ ഈ ദിലീപ് കാവ്യ ബന്ധം സിനിമാ രംഗത്ത് പാട്ടായി എന്നാണ്, ഒരു ഗോസിപ്പുകൾ പോലെ വല്ലാതെ പടർന്നു, എല്ലാവർക്കും അറിയാവുന്നൊരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അവിടെ വെച്ച് ചില നടിമാർ കാവ്യയോട് ഈ കാര്യം ചോദിക്കുകയും നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് സംസാരിക്കുകയും തുടർന്ന് കാവ്യ മാധവൻ പൊട്ടിക്കരയുകയും ചെയ്തു. തുടർന്ന് ഈ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് കാവ്യ ഇറങ്ങിപ്പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. അത് ദിലീപ് അറിയുന്നു. തുടർന്ന് ഈ വിഷയം എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഈ അതിജീവിതയായ നടിയാണ് എന്ന ബോധ്യത്തിൽ ദിലീപ് ഇവരോട് വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുന്നു. നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന ഡയലോഗ് പറയുന്നു എന്നുള്ള മൊഴിയാണ് നടി കോടതിയിൽ നൽകിയത്. അതിനുശേഷം ഇവരോട് സംസാരിച്ച ബിന്ദു പണിക്കരും സിദ്ദിഖും മറ്റും പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ദിലീപിന് ഈ കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ട്, ദിലീപിന് നിന്നോട് കടുത്ത വൈരാഗ്യമുണ്ട്, അതുകൊണ്ട് നീ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് പിന്തിരിയണമെന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞു എന്നുള്ള മൊഴിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. മറ്റ് കൂടെ ഉണ്ടായിരുന്ന മറ്റ് നടിമാരും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി ബാക്കി കേൾപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ കാവ്യ മാധവൻ ദിലീപ് പണ്ട് തൊട്ടേ ഞാനും കേട്ടിട്ടുള്ള ഒരു ഗോസിപ്പാണത്. പല കഥകൾ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇവർ തമ്മിൽ ഡിങ്കോ ആണെന്നും ഇവർക്കെന്തോ തൃശ്ശൂർ എവിടെയോ ഹോട്ടലിൽ ഇവർക്ക് അങ്ങനെയുള്ള പല 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 നമുക്കറിയത്തില്ല. ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ നമുക്കറിയത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്കറിയാൻ പാടില്ല. കഥകൾ പണ്ട് തൊട്ടേ ഞാൻ കേൾക്കുന്നതാണ്, നിങ്ങളും കേട്ട് കാണും ഇല്ലേ? അതുപോലെ ഒരു കഥ നമ്മുടെ ഈ അതിജീവിത പാടി പറഞ്ഞിങ്ങനെ നടക്കുകയോ എന്താണെങ്കിലും ആ ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ആരൊക്കെയോ ചെന്ന് നടിയോട്, നമ്മുടെ കാവ്യ മാധവനോട് ഇത് ചോദിക്കുന്നു. കൊച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിയങ്ങ് ഓടി. ഇതിന് സത്യാവസ്ഥ ഉണ്ടോ? അതായത് ഇവർ തമ്മിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ, ഇനി ഇല്ലായിരുന്നോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പം ഇല്ലാത്ത ഒരു സാധനം നമ്മളിലേക്ക് അടിച്ച് ഏൽപ്പിക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഒരുപാട് കരച്ചിലൊക്കെ വന്ന് സങ്കടം വന്ന് നമ്മൾ ഇറങ്ങി ഓടുന്നത്. ഇനി നമുക്കറിയത്തില്ല, എനിക്കിപ്പോഴും അറിയാൻ പാടില്ല. ഞാൻ ഇവരുടെ ഒളിഞ്ഞു നോക്കാനൊന്നും പോയിട്ടില്ലടേ, എനിക്ക് അങ്ങോട്ട് അറിയാൻ പാടില്ല. ഇപ്പൊ കുറെ എണ്ണം ചിലപ്പോൾ ഓടി വരുമായിരിക്കും, നീ എന്തുവാടാ ഈ പറയുന്നേ, അവർ തമ്മിൽ ജിൽ അങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ചുമ്മാ നമുക്ക് പറയാൻ വെറുതെ ഇതൊക്കെ ഇതുവഴി കേട്ട് ഇതുവഴി വിടാം. അതല്ലാതെ ഇതാണ് സത്യം എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് വാദിക്കാൻ എനിക്ക് കഴിയില്ല. പിടികിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനത്തിന്റെ പേരിൽ ഇനി ദിലീപിന് ആ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ സമയത്ത് തന്നെ അങ്ങ് തീർക്കേണ്ട പരിപാടികളല്ലേ, പച്ചക്ക് കത്തിക്കും അത് ഇതെന്നൊക്കെ പുള്ളി പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോഴൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചെയ്യത്തില്ലേ? ഈ 2-3 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യേണ്ട കാര്യം എനിക്ക് അറിയാൻ പാടില്ല. ബാക്കി കേൾക്കേ. ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു 3 മാസം നീളുന്ന ഒരു ഷോയാണ്, അവിടെ നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ ശത്രുതാ മനോഭാവം പുലർത്തുന്ന ഒരാൾക്കൊപ്പം എങ്ങനെ ഇത്ര സന്തോഷത്തോടു കൂടി ഒരു ഷോയിൽ ഉടനീളം നിങ്ങൾ പങ്കെടുത്തു? കാരണം ഇതിൽ ഡാൻസ് ചെയ്തതും സ്കിറ്റ് ചെയ്തതും ഒക്കെ ഒരുമിച്ചാണ്. എങ്ങനെ പങ്കെടുത്തു എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ബാക്കി കേൾക്കാം. കോടതി ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ അതിജീവിതയോട്, മോളെ നിങ്ങൾ അവിടെ യാതൊരു വിധത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല, സംസാരിച്ചില്ല, മിണ്ടിയില്ല എന്നൊക്കെ പറയുന്നത്. എന്നാൽ നിങ്ങൾ രണ്ടുപേരുമായിരുന്നു ആ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ 2 ഐക്കോണിക്, മനസ്സിലായല്ലേ? മെയിൻ 2 നെടുന്തൂൺ നിങ്ങളായിരുന്നു. അപ്പം നിങ്ങൾ തമ്മിൽ ഈ സ്കിറ്റ് ഡാൻസ് ഇതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അതിജീവിതയോട് കോടതി തന്നെയാണ് ചോദിച്ചത്. ഞാനല്ല കേട്ടാ, ഞാനുമല്ല നിങ്ങളുമല്ല. കോടതി ചോദിച്ചപ്പോൾ അതിജീവിതയ്ക്ക് ഉത്തരവില്ല. അതെന്തു പറ്റി ഉത്തരവില്ലാതായി പോയത്? ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും അതിജീവിതയ്ക്ക് ഉത്തരവില്ല. എന്നിട്ടും നമ്മൾ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് എവിടെ ഇരിപ്പുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ടും പക്ഷെ ആ കുട്ടിയുടെ മാത്രം തെളിവുകളില്ലടേ. നമ്മളതാ ചോദിക്കുന്നത്, തെളിവുകളല്ല, ഉത്തരവില്ല. കോടതി ചോദിക്കുന്നതിന് ഉത്തരവില്ല. പക്ഷെ ഈ നടൻ അവൻ തീരുകയും വേണം. ആ ഒരു മൂഡാണ് എല്ലാവർക്കും. എടോ അതെന്ത് പരിപാടിയാണ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല.
ദിലീപ് എന്ന് പറയുന്ന നടൻ വെറും ചെറ്റ കച്ചറ, അവനാണ് ഈ പരിപാടി ചെയ്യിപ്പിച്ചത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവൻ ഉപദ്രവിച്ച ആളോട് ബഹുമാനപ്പെട്ട കോടതി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറയാൻ പറ്റണ്ടേ? അത് പറ്റാതെ നിന്ന് വിയർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ എനിക്ക് അറിയാൻ പാടില്ല. ന്യൂസിൽ കേൾക്കുന്നതാണേ നമ്മൾ പറയുന്നത്, നമുക്ക് ബാക്കി പറയാമേ. കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അതുപോലെ തന്നെ ഈ യൂറോപ്യൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട് കോടതി മാത്രമല്ല രഞ്ജിത്ത്, ഇവിടെ 2012-ലും 2013-ലുമാണ് ഈ പറയുന്ന രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നത്, റിഹേഴ്സൽ ക്യാമ്പും യൂറോപ്യൻ യാത്രയും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ നടി ആക്രമണം അതിനും വർഷങ്ങൾക്ക് ശേഷമാണ്, 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് നടി ആക്രമണം സംഭവിക്കുന്നത്. ഈ ഒരു ഭീഷണി അതുകൊണ്ട് മാത്രം ഇതിനെ ഈ ദിലീപാണ് ഈ അതിജീവിതയെ, നടിയെ ആക്രമിച്ചതെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? സ്വാഭാവികമായും അതൊക്കെ ആയിരിക്കുമോ ഈ കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയായതും? അത് തന്നെയാണ്. അതായത് ഈ കാലയളവ്, ദിലീപ് ഈ വിഷയം ആസൂത്രണം ചെയ്യാൻ വേണ്ടി എടുത്ത കാലയളവുമായി ബന്ധപ്പെട്ടൊക്കെ വേണമെങ്കിൽ പ്രോസിക്യൂഷൻ വാദത്തിൽ അവരങ്ങനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതിനൊരു മോട്ടീവിന് തുടക്കമെന്ന് പറയുന്നത് ഈ വിഷയമാണ്. കാവ്യ മാധവന്റെ മെസ്സേജ്, ദിലീപ് അയച്ച മെസ്സേജ് മഞ്ജുവാരുടെ ഫോണിൽ കാണുകയും തുടർന്ന് ഈ നടിയോട് ഈ വിഷയത്തിൽ സംസാരമുണ്ടാവുകയും നടി ഈ വിഷയം വളരെ കൃത്യമായി തന്നെ ഈ കാവ്യയും ദിലീപുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ഇതിന് തുടക്കമായി, സംഭവത്തിന് തുടക്കമായി പറയുന്നത്. തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് ഒരു ക്രോണോളജിയായി ഞാനിപ്പോൾ പറഞ്ഞത്. അത് 2012-ലും 2013-ലും മറ്റുമായി നടന്ന സംഭവങ്ങളാണ്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് കാവ്യ, ഈ നടിയുടെ അമ്മ ഉണ്ടായിരുന്നു. ഈ അമ്മ ഒരു സമയത്ത് പോലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി കോടതി കണ്ടു. എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് പറഞ്ഞില്ല ആ പ്രിയപ്പെട്ട അമ്മ? തൻ്റെ മകളോട് ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞില്ല? കോടതി പോലും ചോദിച്ച ചോദ്യം അതേ നമ്മളിവിടെ ചോദിക്കുന്നുള്ളേ, അല്ലാത്ത ഒന്നും കിഴിഞ്ഞെടുത്ത് നമ്മൾ ചോദിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ? അത് കൂടാതെ നേരത്തെ ആ റിപ്പോർട്ടർ ചേട്ടൻ പറഞ്ഞ പോലെ 3 വർഷത്തിന് ശേഷം എവിടെയാ അങ്ങനെയുള്ള വൈരാഗ്യമൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ തീർത്ത് വിടത്തില്ലേ? 3 വർഷം കാത്തിരുന്ന് പ്ലാൻ ചെയ്ത് ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അതൊന്നും കൊടുത്തില്ല കോടതിയിൽ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ദിലീപ് എന്ന് പറയുന്ന 8-ാം പ്രതിയെ വെറുതെ അങ്ങോട്ട് വിട്ടത്. കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും, അല്ലാതെ ചുമ്മാതെ മാമൻ്റെ മോനായതുകൊണ്ടല്ല. അതെല്ലാവരും ഒന്നും മനസ്സിലാക്കണേ കേട്ടോ. അതുകൊണ്ടാണ് വെറുതെ വിട്ടത്. ഇപ്പോൾ 2-ാം പ്രതി മറ്റേ മാർട്ടിൻ അവിടെ കിടന്നുകൊണ്ട് കയറ് പൊട്ടിച്ച് ഓടുന്നുണ്ട്. അയ്യോ എന്നെ വെറുതെ വിടണം, ദിലീപിൻ്റെ പോലെ തന്നെയാണ് ഞാൻ, പാപമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം പറയുന്നതിനകത്ത് വല്ല സത്യമുണ്ടോ? അവൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയതല്ലേ, നമുക്കറിയത്തില്ല. പിന്നെ ഇത്രയും കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെ ഈ കോടതിയിൽ തന്നെ പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിജീവിതയ്ക്ക് ഉത്തരങ്ങളില്ല. ഈ അപ്പീലിന് പോകുന്നു, അവിടെ എന്താവും? ഇനി ആ കോടതിയും തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയെയും കാശ് കൊടുത്ത് വിലക്ക് മേടിച്ചു എന്ന് പറയുമോ ഹൈക്കോടതിയെ? ഇനി അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോയാൽ അവിടെയും ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു വിധി വരുമ്പോഴത്തേക്ക് അതും ദിലീപ് കാശ് കൊടുത്ത് സെറ്റ് ചെയ്താന്ന് പറയുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് കേട്ടോ, നമുക്കറിയാൻ പാടില്ല. കാശുള്ളവൻ എന്തോ ആകാമെന്നാണല്ലോ. പക്ഷെ അങ്ങനെ സുപ്രീം കോടതിയൊക്കെ വിലക്ക് മേടിക്കാൻ പറ്റുമോ? അറിയത്തില്ല. ചിലപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ കൂടെ നിൽക്കാം. പക്ഷെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമില്ലാതെയായി പോകുന്നത്? അത് മാത്രമേ ഉള്ളൂ, അത്രയും മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സംശയം അത്രയും മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ്, ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ ഇപ്പം ഞാൻ ഇത് കാണിക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്, ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഞാൻ ഈ പോർഷൻ അങ്ങ് മാറ്റുവേ കേട്ടോ. വേറെ ഒന്നും ആരും വിചാരിക്കരുത്. ചിലപ്പോൾ മാറ്റും, എന്നിട്ട് അവസാനത്തേതാ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസാനത്തെ ടാറ്റ ബൈ ബൈ പറയുന്ന മാത്രമേ കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. ഇതൊന്ന് കണ്ടോ. ദിലീപിനെ പറ്റി നമ്മുടെ ശ്രീനിവാസൻ സാറ് പറയുന്നതാണ്. പൾസർ സുനി എന്ന് പറയുന്നത്
പ്രേം ചെയ്യുകയായിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഗതികളും കേട്ടാൽ മനസ്സിലാവും. സിനിമ ഇൻഡസ്ട്രിയിൽ ദിലീപിനെ അത്യാവശ്യം അറിയാവുന്ന ഒരാളായിരിക്കാം ശ്രീനിയേട്ടൻ, മനസ്സിലായില്ലേ? അതുകൂടാതെ അവസാനം പുള്ളി പറയുന്നത് കേട്ടല്ലോ, ആദ്യമേ പൾസർ സുനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ദിലീപും ആയി. കൂടാതെ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം, എല്ലാം വളരെ ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്. പുള്ളി ഹൈഡ് ചെയ്ത് വെച്ച് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പറയുന്ന പോലും കേട്ടല്ലോ, ദിലീപ് അങ്ങനെ ഇത്രയും പൈസയൊക്കെ അവൻ കൊടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടേ. ആ രീതിയിലാണ് പുള്ളി പറയുന്നത്. ഒന്ന് ചിന്തിക്കുക, എല്ലാവരും ഒന്ന് ചിന്തിക്കുക, മനസ്സിലായില്ലേ? ഇതെല്ലാം വിട്ടേക്കൂ, ശ്രീനിവാസൻ സാറ് പറഞ്ഞതും വേണമെങ്കിൽ വിട്ടേക്കൂ. പക്ഷേ ഒരൊറ്റ കാര്യം, കോടതിയുടെ മുമ്പിൽ എന്തുകൊണ്ട് അതിജീവിതയ്ക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ പോയി? മാധ്യമങ്ങൾ വഴി അറിയുന്നതാണേ, അതുകൊണ്ടാണേ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഉത്തരമില്ലാതെയായിപ്പോയി? എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.